കൊന്നാലും അടിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ട് ആ രീതിയിൽ പോകാൻ കഴിയുന്നത് ആരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കാണാം. അന്ന് ചിലപ്പോൾ ഇത് പറയാൻ ഞാനുണ്ടാവില്ല, അന്ന് നിങ്ങളിത് പറയണം. മനസ്സിലായില്ലേ? ഇങ്ങനെ PV അൻവർ പറഞ്ഞിരുന്നു. ഇത് വെള്ളരിക്ക പട്ടണം എന്നല്ല, വെള്ളരിക്ക പട്ടണത്തിൽ ഒരു പലതും കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. ആ ദമ്മം വെച്ച് എന്റെ രംഗത്തേക്ക് വരാൻ നിൽക്കണ്ട. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് തന്നെയാണ് PR ഏജൻസിക്കുള്ള കത്ത് പോയത്. അധികമായി മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നാണ് പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രി ഓഫീസിൽ രണ്ട് പ്രമുഖരാണെന്ന് പറഞ്ഞു. താങ്കൾക്കൊക്കെ അറിവുണ്ട് ആര് പ്രമുഖർ എന്ന് പറയുന്ന ADGP അജിത് കുമാറും ഈ പറയുന്ന P ശശി അല്ലാതെ ആരാ? ADGP അജിത് കുമാർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലല്ലോ. മുക്കാഭാഗം സമയം എവിടെയാ? ഈ ശശിന്റെ ക്യാബിനിലാണ്. അവരായിരിക്കും അങ്ങനെ പറ്റി കാണാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഒപ്പിക്കുന്ന അവരല്ലേ. അപ്പൊ ഇതും അവരല്ലാതെ വേറെ ആരും ഒപ്പിക്കാനാണ്? ഇനി വേറെ ആരും ഉണ്ടോന്നുള്ളത് അന്വേഷിക്കാതെ ഇപ്പൊ അന്വേഷണം ഒന്നുമില്ലല്ലോ. അവർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തു കഴിഞ്ഞല്ലോ. പെട്ടെന്ന് ക്ലീൻ ചീറ്റ് കൊടുക്കണം. ഇപ്പോ ഇന്നലെ 3 അന്വേഷണം പറഞ്ഞു. ഇന്റലിജൻസ് അന്വേഷണം നടക്കും. ഈ ഇന്റലിജൻസ് ADGPയുടെ കീഴിലാണ് ആര്? ഈ അങ്കിത് അശോകൻ. ഈ പൂരം കറക്കാൻ ADGP ഏൽപ്പിച്ച വ്യക്തി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ട് ഇപ്പൊ ഇരിക്കുന്നത് ഇന്റലിജൻസിലാണ്. ഈ ADGPയുടെ താഴെയാണ് ഈ അങ്കിത് അശോകൻ. ഈ അങ്കിത് അശോകനാണ് ഇനിയിപ്പോ എന്ത് മുഖ്യമന്ത്രി പറഞ്ഞ 3 അന്വേഷണത്തിൽ ഒരു അന്വേഷണം എന്താ? ഗൂഢാലോചന. ആ ഗൂഢാലോചന അന്വേഷിക്കുന്നത് ഈ അങ്കിത് അശോകനാ. ഷാറല്ലേ? ഇത് വെള്ളരിക്ക പട്ടണം. വേറെ വെള്ളരിക്ക പട്ടണം നമുക്കറിഞ്ഞു, വേറെ വല്ല എന്താ പട്ടണം ഉണ്ടോന്ന് അറിയില്ല. കാരണം ഇത് വെള്ളരിക്ക പട്ടണത്തിന്റെ നിലവാരത്തിന് പുറത്താണിത്. അതെ, പൂരം കലക്കിയ അങ്കിത്തിന് താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അതിന്റെ പീരീഡ് റിസൾട്ട് കഴിഞ്ഞപ്പോ അതിന്റെ പീരീഡ് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്ന ഇന്റലിജൻസ് ADGPന്റെ ഓഫീസിലാണ്. ആ ഇന്റലിജൻസ് ADGP ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ 3 പാല അന്വേഷണം. ആ 3ൽ ഒരാളാണ് ഈ പറയുന്ന അങ്കിത്. ADGP തൃശ്ശൂർ അങ്ങാടി കൂടെ തെണ്ടിയിടുന്നത് അന്വേഷിക്കില്ലോ. അതിനാണ് താഴെയുള്ള SP-മാരും DYSP-മാരും CIമാരൊക്കെ. അപ്പൊ ഈ വിഷയം നേരിട്ട് അന്വേഷിച്ച് ADGPക്ക് റിപ്പോർട്ട് കൊടുക്കുക ചെയ്യുക. ആ ടീമിനെ ആരാ നിയന്ത്രിക്കുക? ഗൂഢാലോചനയുടെ ഈ അങ്കിത് അശോകൻ. ഉഷാറായില്ലേ? നടക്കട്ടെ. മാറ്റം 100% എനിക്ക് ഉറപ്പാണ്. ADGP അജിത് കുമാറിനെ ഈ റിപ്പോർട്ട് വരുന്നതോടുകൂടി ഈ ആഭ്യന്തര ചുമതലയിൽ നിന്ന് മാറ്റി വേറെ ചുമതലയിലേക്ക് അപ്പുറത്തേക്ക് ഇരുത്തും. അത് മാറ്റി അപ്പുറത്തേക്ക് ഇരുത്തും. അതാണ് അടുത്ത നാടകം. അതുകൊണ്ടാണ് ഞാൻ 15-20 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സസ്പെൻഡ് ചെയ്യണമെന്ന്. ഇപ്പൊ എന്താ തൃശ്ശൂർ പൂരത്തിലുണ്ടായത്? ജനങ്ങൾ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ പെട്ടെന്ന് DGPയോട് വീണ്ടും അന്വേഷണം നടത്താൻ പറഞ്ഞു. വീണ്ടും ഈ DGP അന്വേഷിക്കുന്നു. ഇദ്ദേഹത്തിന് വീഴ്ച വന്നിട്ടുണ്ട് അജിത് കുമാറിന്. ആ റിപ്പോർട്ടാണ് കൊടുത്തു. അപ്പൊ എന്തായി? സ്വാഭാവികമായിട്ട് ആ സ്പോട്ടിൽ എന്താ ചെയ്യേണ്ടത്? ഈ നാട്ടിൽ നടക്കുന്ന നീതി എന്താ? ഈ കേരളം പോട്ടെ, ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം ഒരു ഉത്തർപ്രദേശാണ്. ഈ നടക്കൂലല്ലോ ഈ കാര്യം. ഗുജറാത്തിൽ നടക്കുമോ? ഏറ്റവും എന്താ പറയാ ലോ ആൻഡ് ഓർഡർ മോശം എന്ന് നമ്മൾ പറയുന്ന ആ സംസ്ഥാനത്ത് പോലും നടക്കൂല. കാരണം അങ്ങനെ DGP ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇത് വലിയ സൊസൈറ്റിയിലും സ്റ്റേറ്റിലും വലിയൊരു ഇഷ്യൂ ആയി നിൽക്കുന്ന ഒരു വിഷയം. ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കള്ളക്കളി നടത്തി എന്നതാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ചുള്ള കുറ്റം. ചെറുതല്ല. അങ്ങനെ കുറ്റാരോപിതനായ ADGPയെ DGP പെട്ടെന്ന് അന്വേഷിക്കാൻ CMന്റെ ഓഫീസിൽ നിന്ന് പറയുന്നു. DGP അന്വേഷിക്കുന്നു. അദ്ദേഹത്തിന് വീഴ്ചയുണ്ടായി എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പൊ എന്താ പറയാ? അതവിടെ കെട്ടെ. ഇനി അതിനെപ്പറ്റി വലിയ അന്വേഷണം നടത്തുക. ഈ നാടകം തുടരട്ടെ.